ഹായ്. നിളയുടെ ഭാഗത്തുനിന്ന് ഒരു ഹായ് വന്നിട്ടും തിരിച്ചൊരു ഹായ് പറയാൻ ആശ ബുദ്ധിമുട്ടി. ചിരിയോടെ വളരെ കൂളായി തൻ്റെ മുന്നിലിരിക്കുന്ന നിള. ഇങ്ങനെയൊരു നിളയല്ല ആശ പ്രതീക്ഷിച്ചത്. ആശ എൻ്റെ സ്റ്റുഡൻ്റാണ്, MCA ഫസ്റ്റ് ഇയർ. ആശയുടെ സൈഡിൽ നിന്ന് വലിയ പ്രതികരണം ഒന്നും കാണാതെയായപ്പോൾ വിശ്വത്ത് തന്നെ ആശയെ നിളയ്ക്ക് പരിചയപ്പെടുത്തി. അതോടെ നിള അവന് നേരെ തിരിഞ്ഞു. അവൻ്റെ നോട്ടം അവളിൽ തന്നെയാണ്. പക്ഷേ ആ നോട്ടത്തിൻ്റെ ഗൗരവം കാണെ അവളുടെ മുഖം താനേ കുനിഞ്ഞു. ഈ ബഹളത്തിൻ്റെ ഇടയിൽ എങ്ങനെ പഠിക്കാൻ പറ്റുന്നു? ബെഞ്ചിലിരിക്കുന്ന ബുക്കൊന്ന് വിടർത്തി നോക്കിയിട്ട് നിള ആശയെ നോക്കി. പാടത്തെ ആരവം ഒന്നുകൂടി ഉച്ചത്തിലായി. നിളയും ആശയും ഒരുപോലെ നോക്കി അങ്ങോട്ട്. ഇവിടുന്ന് മീൻ വാങ്ങാൻ പറ്റുമോ? ചേച്ചിക്ക് കുളമീൻ നല്ല ഇഷ്ടമാണ്. നിള സ്വയം എന്നോണമാണ് പറഞ്ഞത്. എങ്കിലും നോക്കട്ടെ എന്നും പറഞ്ഞ് വിശ്വത്ത് അപ്പോഴേ മുണ്ടും മടക്കിക്കുത്തി പാടത്തേക്ക് നടന്നു. ഇത് തന്നെയല്ലേ നിള? സാറിനോട് ഒരു വാക്കും മിണ്ടാതെ പിണങ്ങിപ്പോയ നിള. നാളുകൾക്ക് ശേഷം തന്നെയല്ലേ ഇവർ പരസ്പരം കാണുന്നത്? ഇവർക്കിടയിൽ പിണക്കമൊന്നുമില്ലേ? ഇവർ ചെയ്ത പ്രവൃത്തി വെച്ച് സാർ ഇവരോട് മിണ്ടാൻ പാടുണ്ടോ? കുറേയേറെ സംശയങ്ങൾ ആശയിൽ വന്നു. എടോ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഹോസ്റ്റലിലാണോന്ന്? നിള ആശയുടെ കയ്യിലൊന്ന് തട്ടി വിളിച്ചു. ആ ചേച്ചി ഹോസ്റ്റലിലാണ്. പറഞ്ഞുകൊണ്ട് തന്നെ ആശ പാടത്തേക്ക് നോക്കി. വിശ്വജിത്ത് ആരോട് സംസാരിക്കുകയാണ്. ഒപ്പം വാർപ്പിലേക്ക് പിടിച്ചിട്ട മീനുകൾ നോക്കുന്നുണ്ട്. ആശ വിശ്വത്തിൽ നിന്ന് നോട്ടം മാറ്റി നിളയെ നോക്കി. നല്ല കൂളായി സ്കൂട്ടിയുടെ ചാവി കയ്യിലിട്ട് കറക്കാണ്. ഇടയ്ക്ക് പാടത്തേക്ക് നോക്കുന്നുമുണ്ട്. ഇവർക്കിടയിൽ താനിരിക്കുന്നത് ശരിയെന്ന് ആശയ്ക്ക് സ്വയം തോന്നി. ഞാൻ എന്നാ പോട്ടെ ചേച്ചി, നേരം കുറച്ചായി. ഉള്ളിൽ നിളയോട് തോന്നിയ ചെറിയ ദേഷ്യവും കുശുമ്പും പുറത്ത് കാണിക്കാതെയാണ് ആശ യാത്ര പറഞ്ഞത്. ശരി, ഞാൻ സാറിനോട് പറഞ്ഞോളാം. നിള വേഗം അവൾക്ക് ബൈ പറഞ്ഞു. പാടത്തെ റോഡിൽ കൂടി നടന്നു നീങ്ങുമ്പോൾ ആശ ഇടയ്ക്കിടെ വിശ്വത്തിനെ തിരിഞ്ഞു നോക്കി. വളവ് തിരിഞ്ഞ് ഹോസ്റ്റൽ വഴി കയറുമ്പോൾ ആശ കണ്ടിരുന്നു കയ്യിലൊരു കവറുമായി പാടത്തെ റോഡിലേക്ക് കയറുന്ന വിശ്വത്തിനെ. അത്ര വലിപ്പമുള്ളതല്ല. ഓൾറെഡി അത് മൊത്തമായി ആരോ വില പറഞ്ഞു വച്ചേക്കുന്നതാണ്. അവരുടെ കൂട്ടത്തിൽ എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനുണ്ട്. ആൾ വഴി കിട്ടിയതാണ്. കാറ് വാങ്ങി കയ്യിൽ പിടിച്ചിട്ട് ഇനി എന്ത് സംസാരിക്കണം എന്നറിയാത്തതുപോലെ ഇരുന്നു നിള. വിശ്വത്ത് മുളത്തൂണിൽ ചാരി കാലും മടക്കി കുത്തി അവളെ തന്നെ നോക്കി നിന്നു. അതോടെ അവനെ നോക്കാനുള്ള അവളുടെ ബുദ്ധിമുട്ട് ഏറി വന്നു. എന്നാ മടക്കം? ഏറെ നേരം കഴിഞ്ഞിട്ടും നിളയുടെ ഭാഗത്തുനിന്ന് ഒരനക്കവും ഇല്ലാതെ ആയപ്പോൾ വിശ്വത്ത് തിരക്കി. പോണോ? അന്നേരം മാത്രം അവൾ മുഖമുയർത്തി അവനെ നോക്കി. മുന്നേ പോയത് എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ. അത് പറയുമ്പോൾ അവൻ്റെ നോട്ടം അവളിൽ നിന്ന് മാറി നീണ്ടു കിടക്കുന്ന തെങ്ങിൻതോപ്പിലേക്കായി. നിള മറുപടിയില്ലാതെ മുഖം കുനിച്ചു. പോകാനുണ്ടായ ആ സാഹചര്യത്തെ വീണ്ടും ഒരു സംസാര വിഷയമാക്കാൻ രണ്ടാളും മടിച്ചു. തന്നെ ഒന്ന് വിളിക്കാതെ, ആരോ പറഞ്ഞ വാക്കിൻ്റെ സത്യം തിരക്കാതെ തന്നിലുള്ള വിശ്വാസം കളഞ്ഞു പോയവളോട് അവന് പരിഭവം നിറഞ്ഞു പൊന്തി. പിന്നീട് സംസാരത്തിന് വാക്കുകൾ ഉതിർക്കാതെ ഏറെ നേരം ദൂരത്തേക്ക് നോട്ടം വിട്ട് നിന്നു അവൻ. ന്യായീകരിക്കാൻ വാക്കുകൾ ഇല്ലാതെ നിളയും വീർപ്പ് പൊട്ടി. ഇരുട്ടുന്നു, പോകാൻ നോക്ക്. പാടത്തെ വെട്ടം മങ്ങാൻ തുടങ്ങി. പാടത്തെ ആരവം ഒതുങ്ങി. ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. പിടിച്ച മീനുകളുമായി ഒരു പെട്ടിവണ്ടി അവരെ കടന്നുപോയി. വിശ്വേട്ടാ, ഞാൻ... ആ വിളിയിൽ അവനൊന്ന് അവളെ നോക്കി. സാറെന്ന വിളിയിൽ നിന്ന് പേരിലേക്ക് എത്താൻ അവൻ എടുത്ത് സ്ട്രെയിൻ അവൻ ഓർത്തുപോയി. അവളുടെ ഒരുപാട് വിളികൾ അവൻ കേൾക്കാതെ വന്നപ്പോൾ മാത്രമാണ് പയ്യെ സാർ വിളി അവൾ ഒഴിവാക്കിയത്. സാരമില്ല, പോകാൻ നോക്ക്. വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രണയവും എനിക്ക് മാത്രമായിരുന്നല്ലോ. എന്നെ അറിഞ്ഞപ്പോൾ മടിക്കാതെ സ്വീകരിക്കാൻ തയ്യാറായി എന്നതിനപ്പുറം അതിൻ്റെ ആഴം, അത് ഒരാളുടെ വാക്കിൽ തീരുന്നതായിരുന്നു എന്നതാണ് എന്നെ വേദനിപ്പിച്ചത്. പറയണം എന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടി അറിയാതെ അവൻ്റെ വായിൽ നിന്ന് അത് വന്നു. നിളയുടെ മുഖം അവൻ്റെ മുന്നിൽ ഇനി നിവരാത്തതുപോലെ കുനിഞ്ഞു. ഒലിച്ചിറങ്ങിയ നീർത്തുള്ളികൾ മൂക്കിൻ തുമ്പിലൂടെ ഇറ്റുവീണു. നീ എഴുന്നേറ്റ് പോവാൻ നോക്കിയേ. ഇനി ജിതിൻ ചേട്ടൻ തിരക്കി വരാൻ നിൽക്കണ്ട. വന്നാലും ആളുടെ കൂടെ നീ പോകുമോ? നിള ഒന്നും മിണ്ടാതെ അതേ ഇരിപ്പ് ഇരുന്നു. നിള, ആൾക്ക് നല്ല വിഷമമുണ്ടെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? നീ വിഷമിച്ചതിലും അധികം ഇന്ന് ആൾ വിഷമിക്കുന്നുണ്ട്. അന്നറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ ഓർത്ത്. പഴയ പോലെ ആയില്ലെങ്കിലും നീ ആളെ ഇങ്ങനെ അന്യനാക്കി മാറ്റി നിർത്തല്ലേ. നിളയുടെ അടക്കി വെച്ച സങ്കടം ഒരു തേങ്ങലായി പുറത്തു വന്നു. ഇവള്... വിശ്വത്ത് നിളയുടെ കൈമുട്ടിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പോവാൻ നോക്കിയേ, ഞാൻ കൊണ്ടുവിടണോ? അവളുടെ കണ്ണു നിറഞ്ഞ് കാണുന്നത് ഇഷ്ടപ്പെടാതെ അവൻ മുഖം തിരിച്ചു. നിള രണ്ട് കൈ കൊണ്ട് മുഖം തുടച്ചു. ദൂരം കുറച്ചുള്ളതാ, ചേച്ചീനെ വെറുതെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. നിള നല്ലോണം ശ്വാസമൊന്ന് എടുത്തുവിട്ട് സ്കൂട്ടിയുടെ അടുത്തേക്ക് ചെന്നു. രണ്ടു കവറിലായി കെട്ടിയ ജീവൻ പിടയ്ക്കുന്ന മീനിനെ അവൾ സീറ്റിനടിയിലേക്ക് വെച്ചു.
എന്നെ അങ്ങോട്ട് ആക്കിയിട്ട് മെയിൻ റോട്ടിൽ കൂടി പോയാൽ മതി. അവൾ സ്കൂട്ടി സ്റ്റാർട്ടാക്കിയതും അവൻ പിറകിൽ കയറിയിരുന്നു. മുന്നോട്ട് പോകുന്തോറും നിലയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. സ്കൂട്ടി വിശ്വജിത്ത് താമസിക്കുന്ന വീടിന് മുന്നിലായി നിന്നു. നിലയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ അവളുടെ തോളിൽ പതിയെ തട്ടി. ചെല്ല്, എത്തിയിട്ട് വിളിക്ക്. വീണ്ടും പഴയതുപോലെ ആവാൻ സമയം വേണ്ടിവരുമെന്ന് അവൻ പറയാതെ പറയും പോലെ തോന്നി അവൾക്ക്. നില മുന്നോട്ട് പോയതിനു ശേഷമാണ് വിശ്വജിത്ത് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറിയത്. അവിടെ അവനെ നോക്കി ചിരിയോടെ പ്രജി നിന്നിരുന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.